പിണറായി പോലീസിന്റെ ഓരോ ഭീകര കഥകളും ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. കോൺഗ്രസ് നേതാക്കളെ മാത്രമല്ല, CPM-കാരെ വരെ കൊന്നു തള്ളിയതിൻ്റെ കഥകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അടൂരിലെ DYFI നേതാവ് ജോയലിൻ്റെ മരണം കസ്റ്റഡി മർദ്ദനം മൂലമാണെന്ന് ഇപ്പോൾ കുടുംബം വെളിപ്പെടുത്തിയിരിക്കുന്നു. ജോയലിനെ മർദ്ദിച്ചതിൽ പോലീസിന് ഒത്താശ ചെയ്തു കൊടുത്തതാണെങ്കിൽ അത് CPM നേതാക്കൾ തന്നെയാണെന്ന ഗൗരവകരമായ വെളിപ്പെടുത്തലാണ് ആ കുടുംബം നടത്തിയിരിക്കുന്നത്. അപ്പോൾ പോലീസും CPM നേതാക്കളും ചേർന്ന് കൊലമൈത്രി പോലീസാക്കി മാറ്റുകയാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. അതായത് ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2020 വാഹനം തട്ടിയതുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിലാണ് ജോയലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്നായിരുന്നു ഈ പറയുന്ന മർദ്ദനം. 2020 ജനുവരി 1-നാണ് ജോയലിന് മർദ്ദനമേറ്റത്. ഇതിനുശേഷം ഗുരുതരമായ ശാരീരിക പ്രശ്നങ്ങൾ ജോയൽ നേരിട്ടു. 5 മാസമാണ് ചികിത്സയിൽ തുടർന്നത് എന്നും മൂത്രത്തിൽ പഴുപ്പും ചോരയുമായിരുന്നുവെന്നും ജോയലിൻ്റെ പിതൃ സഹോദരി കുഞ്ഞമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നു. അവർ അതിൽ ദൃക്സാക്ഷിയാണ്. ഈ മർദ്ദനത്തെ തുടർന്നുണ്ടായ ശാരീരിക അവശതകളെ തുടർന്നാണ് 2020 മെയ് 22-ന് ജോയൽ മരിക്കുന്നത്. ജോയലിനെ മർദ്ദിക്കുന്നത് തടയാൻ ചെന്ന തന്നെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചു എന്ന് ഈ കുഞ്ഞമ്മ വ്യക്തമാക്കുന്നു. ജോയലിനെ മർദ്ദിച്ചതിൽ CPM നേതാക്കളുടെ പിന്തുണയുണ്ട് എന്ന് അവർ ഉറപ്പിച്ചു പറയുകയാണ്. മരിക്കുമ്പോൾ ജോയൽ DYFIയുടെ അടൂർ മേഖലാ സെക്രട്ടറി ആയിരുന്നു. ചില നേതാക്കൾക്കെതിരെ ജോയൽ പ്രതികരിച്ചതാണ് ഈ വിരോധത്തിന് കാരണമെന്നും അതിന് പോലീസിന്റെ സഹായത്തോടെ പകരം വീട്ടി എന്നുമാണ് വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. അവിടെ നടന്ന മർദ്ദനത്തിൻ്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണ് ആ ദൃക്സാക്ഷി വിശദീകരിച്ചത്. അതായത് അന്നത്തെ CI ആയിരുന്ന ബിജുവും സംഘവും ചേർന്നാണ് ഈ ജോയലിനെ മർദ്ദിക്കുന്നത്. ശ്രീകുമാർ എന്ന പോലീസുകാരൻ മുട്ടുകൊണ്ടിടിച്ച് ചതക്കുകയായിരുന്നു. അവൻ ഇടിയേറ്റ് തെറിച്ചു വീണു. തടയാൻ ചെന്ന തന്നെയും പോലീസ് അടിച്ചിരുത്തി. ഇതെല്ലാം കണ്ട് SI വന്നാണ് വെള്ളം കുടിക്കാൻ തന്നത്. അവന് മറ്റസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇനി കേസിനോ വഴക്കിനോ പോയാൽ 100 കണക്കിന് കേസ് ചുമത്തുമെന്ന് പറഞ്ഞ് അന്നത്തെ അടൂർ CI ബിജു ഭീഷണിപ്പെടുത്തിയെന്നും കുഞ്ഞമ്മയുടെ വെളിപ്പെടുത്തലിൽ പറയുന്നു. അന്ന് മുഖ്യമന്ത്രിക്കും DGPക്കും അടക്കം പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടിയും നീതിയും ലഭിച്ചില്ല. അത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല CPM നേതാക്കൾക്കും ഇങ്ങനെ തന്നെയായിരുന്നു എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. ഏതായാലും ഇത്രയും ഭീകരമാണ് കേരളത്തിലെ പോലീസ് സംവിധാനം എന്നുള്ള നിലയിലും പൂർണ്ണമായും പരാജയം എന്നുള്ള നിലയിലും പിണറായി വിജയൻ എന്നേ രാജിവെക്കേണ്ടതാണ്. പക്ഷെ അതിനെ അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇവിടെ ജീവിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു രാഷ്ട്രീയക്കാരനും കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഗുണ്ടകളായി മാറിയിരിക്കുന്നു പിണറായിയുടെ തണലിൽ പോലീസുകാർ എന്നുള്ളത് അത് ജനങ്ങൾക്ക് വളരെ വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് രാജിവെക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയനെ ജനങ്ങൾക്ക് ഇനി ഒരു പണി മാത്രമേ കൊടുക്കാൻ ബാക്കിയുള്ളൂ. അതിനായി കാത്തിരിക്കുകയാണ് കേരളം എന്ന് തന്നെ പറയേണ്ടി വരും.